ബാലാവകാശ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ 20 പരാതികൾ തീർപ്പാക്കി. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു സിറ്റിംഗ്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ 20 പരാതികൾ തീർപ്പാക്കി. കമ്മീഷൻ മെമ്പർ കെ.ബി. മോഹൻകുമാറും ഹിയറിംഗ് നടത്തി. കമ്മീഷൻ പരിഗണിച്ച 30 പരാതികളിൽ 20 എണ്ണമാണ് സിറ്റിംഗിൽ തീർപ്പാക്കിയത്. ബാക്കിയുള്ള 10 കേസുകൾ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നതിനായി മാറ്റിവെച്ചു. ചെമ്പരിക്ക GLP സ്കൂളിലെ ചുറ്റുമതിൽ നിർമ്മാണം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകാൻ കമ്മീഷൻ ചെമ്മനാട് പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. 30 കേസുകളാണ് ഇന്ന് കമ്മീഷൻ പരിഗണിച്ചത്. അതിൽ 20 കേസുകൾ തീർപ്പായിട്ടുണ്ട്. ബാക്കി കേസുകൾ 10 നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ കമ്മീഷന്റെ ഉത്തരവുകൾ നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ചെമ്പരിക്ക GLP സ്കൂളിലെ കുട്ടികളുടെ ഗ്രൗണ്ട് അതുപോലെ ചുറ്റുമതിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടത് അത് അടിയന്തരമായി നിർവഹിക്കുന്നതിന് വേണ്ടി അതിൽ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് അടിയന്തരമായി പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചെമ്മനാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അതിർക്കുഴി GLP സ്കൂളിലെ സ്ഥലം മറ്റൊരു ആൾക്ക് പതിച്ചു നൽകിയതായിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിൽ സ്ഥലം തിരിച്ച് സ്കൂളിന് തന്നെ നൽകി പുതിയ അളവ് നടത്തി തിട്ടപ്പെടുത്തി അതിൻ്റെ സ്കൂളിൻ്റെ സ്ഥലം ഒഴിവാക്കി തിരിച്ച് സ്കൂളിന് നൽകിയതായിട്ട് തഹസിൽദാർ കാസർഗോഡ് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിർക്കുഴി GLP സ്കൂളിന്റെ സ്ഥലം മറ്റൊരു വ്യക്തിക്ക് പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ സ്ഥലം അളന്നു തിരിച്ച് സ്കൂളിന് അർഹതപ്പെട്ട സ്ഥലം തിരികെ നൽകിയതായി കാസർഗോഡ് തഹസിൽദാർ റിപ്പോർട്ട് നൽകി. സിറ്റിംഗിൽ റവന്യൂ, പോലീസ്, ആരോഗ്യം, ശിശു സംരക്ഷണം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.